ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 227 നേർച്ചയും നിർബന്ധവും. ഭാഗം 227 നേർച്ചയും നിർബന്ധവും ഇവിടെ ആരംഭിക്കുന്നു. മാവേലിക്കരയിൽ ഗുരുദേവനോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവരുടെ പുരയിടത്തിൽ ഒരു പൂവൻ വാഴ നട്ടു. അതിൽ കുലയുണ്ടാകുമ്പോൾ അത് ശിവഗിരിയിൽ കൊണ്ടുപോയി ഗുരുദേവന് സമർപ്പിക്കാമെന്നൊരു നേർച്ചയും അവർ എടുത്തിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ വാഴയിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു കുലയുണ്ടായി. അത് പാകമായപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ കൂടി വളരെ ശ്രദ്ധയോടെ വെട്ടിവെച്ചു. കുലയുടെ മുഴുപ്പും നിറവും കണ്ടിട്ട് ഗ്രഹനാഥൻ ഭാര്യയോട് പറഞ്ഞു, "ഈ കുല നമുക്കെടുക്കാം. ഇനിയൊരു കുലയുണ്ടാകുമ്പോൾ അത് ശിവഗിരിയിൽ കൊണ്ടുപോയി ഗുരുസ്വാമിക്ക് കൊടുക്കാം." എന്നാൽ ഭാര്യ അതിന് സമ്മതിച്ചില്ല. ഗുരുദേവന് നേർന്നത് ഗുരുദേവന് തന്നെ സമർപ്പിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. അപ്പോൾ ഭർത്താവ് ഭാര്യയെ അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, "സ്വാമി തിന്നാലും 2 പഴമല്ലേ തിന്നുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഈ കുല മുഴുവനായും കൊണ്ടുപോകുന്നത്?" അത് കേട്ട് ഭാര്യ കരച്ചിലും പിഴിച്ചിലുമായി. അവസാനം അവർ 2 പേരും ഒരു കേവ് വള്ളത്തിൽ ആ കുലയുമായി മാവേലിക്കരയിൽ നിന്നും വർക്കലയ്ക്ക് തിരിച്ചു. ശിവഗിരിയിലെ വലിയ തുരപ്പിൽ വള്ളം എത്തിയപ്പോൾ ഇരുവരും ഇറങ്ങി. അവർ കുലയുമായി കുന്നുകയറി നേരെ ശാരദാമഠത്തിലെത്തി. അന്ന് ചേർത്തലക്കാരൻ വേലുശാന്തിയായിരുന്നു അവിടെ പൂജാകാര്യങ്ങൾ നടത്തിയിരുന്നത്. ശാരദാമഠത്തിൽ തൊഴുത ശേഷം പ്രസാദവും വാങ്ങി അവർ വൈദിക മഠത്തിലേക്ക് കുന്നുകയറാൻ തുടങ്ങി. അപ്പോൾ ഗുരുദേവൻ നടക്കാൻ പോകുന്നതിനായി അവിടേക്ക് വന്നു ചേർന്നു. ഉടനെ ആ വലിയ പൂവൻ വാഴക്കുല തൃപ്പാദങ്ങളുടെ മുന്നിൽ കാഴ്ചയായി സമർപ്പിച്ചിട്ട് ആ ഭാര്യ ഭർത്താക്കന്മാർ സാഷ്ടാംഗം നമസ്കരിച്ചു. "ഗുരുദേവൻ എവിടെ നിന്ന്?" അവർ "മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്." എന്ന് മൂളിക്കൊണ്ട് ഗുരുദേവൻ വേലുശാന്തിയെ വിളിച്ചു. ശാന്തി ഓടിയെത്തിയപ്പോൾ തൃപ്പാദങ്ങൾ ഇങ്ങനെ മൊഴിഞ്ഞു, "വേലു, ഈ കുലയിൽ നിന്ന് 2 പഴം എടുക്കണം. എന്നിട്ട് ബാക്കി അതുപോലെ അവർക്ക് തന്നെ കൊടുക്കണം." ഗുരുദേവൻ കൽപ്പടവുകൾ ഇറങ്ങി താഴേക്ക് പോയി. അപ്പോൾ ആ ഭാര്യ ഗുരുദേവൻ പറഞ്ഞത് കേട്ട് വിങ്ങിക്കരയുവാൻ തുടങ്ങി. അത് കണ്ട് വേലുശാന്തി കാര്യം അന്വേഷിച്ചു. ഒടുവിൽ അവർ വീട്ടിൽ വെച്ച് നടന്ന സംഭാഷണങ്ങൾ അതേവിധം വേലുശാന്തിയോട് പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടുത്തു. "നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. പെരുകിയ വേദനയറുതി വരുത്താനവിടുന്നവതാരം, ചെറിയൊരു കുടിലിൽ ഉദയം ചെയ്തൊരു ചതയപ്പൊൻതാരം." ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 227 നേർച്ചയും നിർബന്ധവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.